ലിറ്റിൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി ബാഗുകളാണ് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു തരുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് ബ്ലാക്ക് ജീൻസിൽ ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് ഗ്രീൻ ലീഫുണ്ട്, ഒരു മൾട്ടി കളറ് ഫ്ലവർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണെങ്കിലും അത് കാണുവാൻ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറിയാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രാപ്പാണെങ്കിലും ഒരു ബ്ലാക്ക്, അതിനകത്ത് ചെറിയ റെഡ് വൈറ്റ് വരുന്ന സ്ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മെറ്റീരിയൽ ജീൻസാണ്. ഈ മെറ്റീരിയൽ ഖാദിയാണ്, ഖാദി മിക്സിംഗ് ആണ് ഈ മെറ്റീരിയൽ വള്ളി. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ഡബിൾ ട്രിപ്പിൾ സ്റ്റിച്ചിങ് ആണ്. പിന്നെ പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അടിഭാഗത്ത് ഇങ്ങനെ ഇത്രയും വീതി ഉള്ളത് കൊണ്ട് നമുക്ക് ധാരാളം ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നതാണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം എന്തോരം ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വലിയ പുസ്തകം ഇതിൻ്റെ ഉള്ളിൽ കയറ്റാം. ഈ ഒരു നോട്ട്ബുക്ക്, ഇത്രയും കട്ടി നോട്ട്ബുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാം. ഓക്കെ, വാട്ടർ ബോട്ടിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറ്റാം. വാട്ടർ ബോട്ടിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറ്റി. ഓക്കെ, വേണമെങ്കിൽ ഈ ബോക്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാം. ഏകദേശം അത്യാവശ്യം നമ്മൾ ഒരു ജോലിക്ക് പോകുന്നവരാണെങ്കിലും കോളേജിൽ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുന്ന വീട്ടമ്മമാർക്കാണെങ്കിൽ പോലും ഈ സാധനം ഇത്രയും ഐറ്റംസ് കൊണ്ടാൽ മതിയല്ലോ. ഇത്രയും ഐറ്റംസ് ഇതിനകത്ത് കൊള്ളുന്നുണ്ട്. ഓക്കെ, നല്ല ലോഡാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ സ്ട്രാപ്പ് ഹെവി സ്ട്രാപ്പാണ് എന്ന് പറഞ്ഞാൽ ഇത് ഈ സാധനം പൊട്ടിപ്പോകത്തില്ല. സ്ട്രോങ് സ്റ്റിച്ചാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൊള്ളിച്ച ഐറ്റംസ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് പുറത്തെടുത്ത് കാണിച്ചു തരാം. എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ കൊള്ളിച്ചത്. ഒരു വാട്ടർ ബോട്ടിൽ കൊള്ളിച്ചു. ഓക്കെ, ഒരു ബോക്സ് കൊള്ളിച്ചു. ഓക്കെ, ഇതുണ്ടാവും. ഇവിടെ നമ്മൾ ഈ ബുക്ക് ഇതിനകത്ത് കൊള്ളിച്ചു. ഇത്രയും നോട്ട് ബുക്കുകൾ ഇതിനകത്ത് കൊള്ളിച്ചു. എന്നിട്ടും ഗ്യാപ്പുണ്ട്. അപ്പോൾ വലിയ ഒരു ക്വാണ്ടിറ്റി കൊള്ളുവാൻ തക്ക വിധമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് ഒരു വലിയ പോക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധനങ്ങൾ നിറയ്ക്കാം. പുറത്ത് പോക്കറ്റുണ്ട്, വലിയ പോക്കറ്റുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യ ഐറ്റംസ് നിറയ്ക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോരം ക്വാണ്ടിറ്റി കൊള്ളും എന്നുള്ളത്. മാത്രമല്ല ഇതിൻ്റെ സ്ട്രാപ്പ് വളരെ സ്ട്രോങ് ആണ്, പൊട്ടിപ്പോകത്തില്ല. ഏറ്റവും കൂടുതൽ ബാഗുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സ്ട്രാപ്പുകളായിരിക്കും മിക്ക ബാഗുകൾക്കും ഉള്ളത്. അത് പലപ്പോഴും പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ സാധനം പൊട്ടിപ്പോകത്തില്ല. എത്ര ക്വാണ്ടിറ്റി ഇതിനകത്ത് കയറിയാലും പൊട്ടിപ്പോകത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗമൊക്കെ 3-4 സ്റ്റിച്ചിങ്ങുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റിച്ചും പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ പ്രിൻ്റാണ്, എംബ്രോയ്ഡറിയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളൊരു റോസാപ്പൂവിൻ്റെ കൊലയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ബട്ടർഫ്ലൈസ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ബേസിലാണ്, ബ്ലൂ കളർ ജീൻസിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. വേറൊരു ഡിസൈൻ നമുക്ക് നോക്കാം. ഇത് ഗ്രീൻ കളറിലാണ് ചെയ്തിരിക്കുന്നത്. മെഹന്തി ഗ്രീൻ എന്നാണ് ഈ കളറിന് പറയുന്നത്. മെഹന്തി ഗ്രീൻ കളർ ജീൻസിലാണ് നമ്മൾ ഈ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. വേറെ ഒരെണ്ണം നമുക്ക് നോക്കിയാലോ. ഇത് നമ്മൾ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ചെയ്യുന്ന എംബ്രോയ്ഡറികളാണ് ഇതെല്ലാം. കാരണം ഇതിന് ഡിമാൻഡുള്ള കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ബാഗുകളാണ്. ഇത് നമ്മൾ ബേസായിട്ട് എടുത്തിരിക്കുന്നത് മെറ്റീരിയൽ ജീൻസിൽ തന്നെ കോഫിയാണ് കളറ്, ബ്രൗൺ കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഈ എംബ്രോയ്ഡറി വേണമെങ്കിൽ ബ്ലാക്കിൽ ചെയ്ത് തരാൻ പറഞ്ഞാൽ ഞങ്ങൾ ബ്ലാക്കിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്ലൂവിൽ ചെയ്യണമെങ്കിലോ മെഹന്തി ഗ്രീനിൽ ചെയ്യണമെങ്കിലോ ഏത് കളറാണോ അതിൽ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒരു കസ്റ്റം മെയ്ഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വരച്ചെടുക്കാനായിട്ട് മണിക്കൂറുകളോളം എടുക്കും. അതായത് നമ്മൾ ഈ സാധനം ആദ്യം കമ്പ്യൂട്ടറിൽ, നിങ്ങൾ പറയുന്ന ഒരു എംബ്രോയ്ഡറി കമ്പ്യൂട്ടറിൽ അത് നമ്മൾ ചെയ്തെടുക്കുന്നതിന് 3-4 മണിക്കൂറുകൾ വരും അത് വരച്ചെടുക്കാൻ. പിന്നീട് വേണം നമുക്കത് മെഷീനിലേക്ക് അത് അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതി സമയത്തോളം പോകും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന റേറ്റിലൊന്നും ആ ബാഗ് തരാൻ പറ്റാതെ, കസ്റ്റം മെയ്ഡ് ബാഗുകൾ തരാൻ പറ്റാതെ വരും. ഓക്കെ, എന്നാൽ ഞങ്ങൾ ആൽഫാബറ്റ്സ് എല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പേരൊക്കെ ചെയ്തു തരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ ഫ്ലോറലിൻ്റെ താഴെ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്കൊരു ഞങ്ങളുടെ പേരും കൂടെ അതിനകത്ത് ചെയ്തു തരാൻ
പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒരു പുതിയ എംബ്രോയ്ഡറി നിങ്ങൾ തന്നിട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് നമ്മളുടെ സോഫ്റ്റ്വെയറിലേക്ക് അത് വരച്ച് ആക്കി എടുത്തിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒത്തിരി ടൈം ലാഗിങ് വന്നുകൊണ്ട് നമുക്കൊരിക്കലും തരുന്ന റേറ്റിൽ അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ ഇത് കോഫി ബ്രൗണി തന്നെയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. ഒരു പൂവ് നടുക്ക് വന്നിട്ട് ഇലകളാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ബ്ലൂവിൽ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഡിസൈൻ തന്നെയാണ്. അതിൻ്റെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, നൂലുകൾക്കെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ആദ്യം കണ്ട ഡിസൈനാണ്. അത് വേറൊരു കളറിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൂവ് ഉള്ള ഡിസൈനുകളിൽ ഒന്നാണ് ഇത്. ഇതിനകത്ത് ഈ ഇലകൾ ഇങ്ങനെ കാണിച്ചു, നടുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറിയാണ് വന്നേക്കുന്നത്. ഓക്കെ, ഈ ബാഗിൽ കൊടുത്തിരിക്കുന്ന എംബ്രോയ്ഡറി ഇതാണ്. ഇത് വേറൊരു എംബ്രോയ്ഡറിയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ മൂവിങ് ഉള്ള ഒരു എംബ്രോയ്ഡറിയാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബാഗുകൾ പോയിരിക്കുന്നത് ഇതിൻ്റെ ഇങ്ങനെ ഡിഫറെൻറ്റ് കളറിലാണ് പോയിരിക്കുന്നത്. ഈ പൂക്കൾ ഞങ്ങൾ മൾട്ടി കളർ യെല്ലോ കൊടുക്കാറുണ്ട്. അങ്ങനെ ഓരോ കളേഴ്സ് കൊടുക്കുക. ഇത് ഏത് ചെയ്താലും നല്ല ഭംഗിയാണ്. ബ്ലൂവിലും ബ്ലാക്കിലുമാണ് ഇത് ഏറ്റവും ഭംഗിയായിട്ട് വരുന്നത് ചെയ്ത് കഴിയുമ്പോൾ. ഞങ്ങൾ 4 കളർ ജീൻസാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതും ഡാർക്ക് കളേഴ്സാണ് ഞങ്ങൾ കൂടുതൽ എടുക്കുന്നത്. കാരണം മുഷിയാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് അത് ചെയ്യുന്നത്. കാരണം ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് പൊടി പറ്റും. അപ്പോൾ അത് മുഷിയാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഡാർക്ക് കളേഴ്സ് ജീൻസ് തിരഞ്ഞെടുത്ത് ചെയ്യുന്നത്. ഇത് ലുഡാൻ ജീൻസാണ്, നല്ല ക്വാളിറ്റി ജീൻസാണ് ഈ സാധനം. ഇതിനകത്ത് ഒരു ഫ്ലോറലാണ്, ഒരു കുലപ്പൂവാണ് തന്നിരിക്കുന്നത്. ഇതും നല്ല മൂവിങ് ഉള്ള ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറിയാണ് ഇത്. അതിന് തന്നെ ഞങ്ങൾ ഇവിടെ ബ്രൗണിൽ കോഫിയിൽ ചെയ്തേക്കുന്ന കളറാണ്, കോഫി ബ്രൗണിൽ ചെയ്തേക്കുന്നതാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതിൻ്റെ നടുക്ക് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഡാർക്ക് കളറാണ്. പെറ്റൽസ് എല്ലാം ചെയ്തിരിക്കുന്നത് ലൈറ്റ് കളർ ആണ്, മൾട്ടി കളറാണ് ചെയ്തിരിക്കുന്നത്. ഇത് കോഫിയിൽ തന്നെ ചെയ്തിരിക്കുന്ന മറ്റൊരു എംബ്രോയ്ഡറിയാണ്. ബ്ലാക്കിൽ ചെയ്തിരിക്കുന്ന നമ്മൾ ആദ്യം കണ്ട എംബ്രോയ്ഡറി വേറെ കളറിൽ യെല്ലോ ഗ്രീൻ മിക്സിങ്ങിൽ കോംബോയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കിൽ തന്നെ കൊടുത്തിരിക്കുന്ന മറ്റൊരു കളറാണ് ഇത്. ഇതൊരു ഫ്ലോറൽ തന്നെയാണ്, ഒരു തൂങ്ങിക്കിടക്കുന്ന ഒരു പൂങ്കുല, അതിൻ്റെ ഒരു ഫ്ലോറലാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്ന ബാഗുകളാണ് ഇതെല്ലാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കിടക്കുന്നുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് കാര്യങ്ങൾ അറിയാം. ഈ ഷോപ്പുകളിൽ നിങ്ങൾ ഞങ്ങളുടെ ബാഗ് അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ ടാഗ് ഇവിടെ കാണുവാനായിട്ട് കഴിയും. മൈ ലിറ്റിൽ ഫാഷൻ തോട്ട്സ് എന്നാണ് ഞങ്ങളുടെ മൈക്രോ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ പേര് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ടാഗ് നോക്കിയിട്ട് വേണം അത് വാങ്ങിക്കാനായിട്ട്. പല സബ്സ്ക്രൈബേഴ്സും വളരെയേറെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തവർക്ക് പ്രത്യേകം ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. എറണാകുളം ജില്ലയിലാണെങ്കിൽ മേജർ കടകളിൽ നിങ്ങൾക്കിത് ഷോപ്പുകളിൽ വാങ്ങിക്കാനായിട്ട് ലഭിക്കും. എറണാകുളം ജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് ഞങ്ങൾ ഓൺലൈനായിട്ട് ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തുമല്ലോ. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയും. നിങ്ങൾക്കത് ബുക്ക് ചെയ്താൽ പിറ്റേ ദിവസം നിങ്ങൾക്കത് സ്പീഡ് പോസ്റ്റായിട്ട് ഞങ്ങൾ അയക്കുന്നതായിരിക്കും. ഓക്കെ, വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.